ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ് ഈ മുരിങ്ങ. തൂമ്പ് മുരിങ്ങ കേട്ടോ. നമ്മുടെ മുരിങ്ങ ഒരുപാട് വളർന്ന് വലുതായി. അപ്പോൾ അത് പൊട്ടി വീണപ്പോൾ നമ്മൾ അടിയോടെ അങ്ങോട്ട് മുരിങ്ങ വെട്ടിയെടുത്തതാണ്. എന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് അവച്ച് വന്ന തൂമ്പ് മുരിങ്ങയാണ് കേട്ടോ. അപ്പോൾ ആ മുരിങ്ങ കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ പരിപ്പ് നമുക്ക് കുക്കറിൽ വേവിക്കാനിടാം കേട്ടോ. അപ്പോൾ കുക്കറിൽ പരിപ്പ് ഇവിടെ വേവിക്കാനിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയും പാടെ മുരിങ്ങയിൽ പരിപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എന്നിങ്ങനെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു ചെറിയ തക്കാളി അതിൻ്റെ ഒപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പുളിപ്പ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇളക്കിയിട്ട് അടച്ച് വെക്കാം. അതിന് ശേഷം തേങ്ങ ചിരവി എടുത്തിട്ട് മിക്സിയിൽ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതപ്പോൾ പരിപ്പും ഉള്ളിയും പച്ചമുളകും അതൊക്കെ ഇട്ടല്ലോ, തക്കാളിയൊക്കെ ഇട്ടല്ലോ, അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ അരച്ചത് അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. തേങ്ങ തിളപ്പിക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ചെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുരിങ്ങ അത് ഊരി വെച്ചിട്ടുണ്ട്. നല്ല തേങ്ങ തിളച്ചതിന് ശേഷം മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് ഇറക്കി വെക്കാം കേട്ടോ. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് ഇനി അടുത്തത് നമുക്ക് ഇറക്കി വെച്ച ശേഷം താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക. എന്നിട്ട് നമുക്ക് താളിച്ചിട്ട് കറിയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം കറിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കിയ ശേഷം ഇന്നത്തെ ഇവിടെ മുരിങ്ങക്കറി റെഡിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.